വൈ ഡു പീപ്പിൾ സേ ഐ ഡോണ്ട് നോ? എന്തുകൊണ്ടാണ് ആളുകൾ ഐ ഡോണ്ട് നോ എന്ന് പറയുന്നത്? നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും എനിക്കൊന്നും അറിയില്ല എന്ന് എപ്പോഴും പറയുന്നവരുണ്ടോ? എനിക്കിപ്പോൾ അടുത്ത് തന്നെ ഒരാളെ പരിചയപ്പെടേണ്ടി വന്നു. എന്ത് പറഞ്ഞാലും ആൾ പറയുന്നത്, എന്ത് നമ്മൾ ചോദിക്കുമ്പോഴും പറയുന്നത് ഐ ഡോണ്ട് നോ എന്നാണ്. ഈ ഐ ഡോണ്ട് നോ എന്ന് പറയുന്നതിന് തന്നെ ഒരു പ്രത്യേക ട്യൂണും ഉണ്ട് കേട്ടോ. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ എന്നുള്ള ഒരു ട്യൂണിൽ തന്നെ പറയുന്നത്? അത് ചിലരുടെ ഹാബിറ്റ് ആയിരിക്കാം. ഈവൻ ദേ നോ സംതിങ്, ദേ വിൽ സേ ഐ ഡോണ്ട് നോ. എന്തുകൊണ്ടായിരിക്കാം? നമുക്കിന്ന് ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റുകളെയാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത് കേട്ടോ. എന്തിനാണ് ആളുകൾ എപ്പോഴും ഐ ഡോണ്ട് നോ എന്ന് പറയുന്നത്? അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒരു ഹാബിറ്റായിട്ട് തന്നെ അവർ പറയുന്നു ഐ ഡോണ്ട് നോ എന്നുള്ളത്. രസകരമായ കാര്യങ്ങളാണ് ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ എൻ്റെ ഒരു കൗതുകത്തിന് ഞാൻ റിസർച്ച് ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ആ സുഹൃത്ത് എപ്പോഴും അറിയുന്ന കാര്യം കൂടി ഐ ഡോണ്ട് നോ എന്ന് പറയുന്നത്? കൗതുകകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കേൾക്കാമേ. If someone says I don't know to almost everything, it can have many different psychological explanations. ചിലപ്പോൾ ഒരു ഡയഗ്നോസിസിന്റെ ഭാഗമായിരിക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ സിറ്റുവേഷൻ, ഇമോഷൻ ആൻഡ് ബിഹേവിയർ. അതായത് ആ ആള് ഏത് സിറ്റുവേഷനിലാണ്, അദ്ദേഹത്തിന്റെ ബിഹേവിയർ എന്താണ്, അതല്ലെങ്കിൽ അയാൾ ഏത് ഫീലിങ്സിലൂടെയാണ്, ഏത് ഇമോഷനിലാണ് കടന്നു പോകുന്നത്, ഇതൊക്കെ അനുബന്ധിച്ചിട്ടായിരിക്കും ഇദ്ദേഹത്തിന് ഐ ഡോണ്ട് നോയിലുള്ള ബേസിക് ആയിട്ടുള്ള ആ ഒരു സെൻറ്റൻസ് വരുന്നത്. കോമൺ റീസൺസ് നോക്കാം. ലോ കോൺഫിഡൻസ് ഓർ സെൽഫ് എസ്റ്റീം. ചിലപ്പോൾ അവർക്ക് പറയാൻ പോകുന്ന കാര്യത്തിന്, നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണ്, ചിലപ്പോൾ അതിന് കറക്റ്റായിട്ട് ഒരു ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ആൻസർ മേ ബി റോങ്, അത് തെറ്റാന്നുള്ളൊരു ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഐ ഡോണ്ട് നോ. ആക്ച്വലി ഹി ഓർ ഷീ ഡോണ്ട് നോ ദ ആൻസർ ബട്ട് ഫിയർ ബീങ് റോങ്. അതാണ് ഐ ഡോണ്ട് നോ എന്ന് പറയാനുള്ള ഒരു കാരണം. സേയിങ് ഐ ഡോണ്ട് നോ ഫീൽ സേഫർ ദാൻ റിസ്കിങ് ക്രിറ്റിസിസം ഓർ എംബറാസ്മെന്റ്. ഐ ഡോണ്ട് നോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിറ്റിസിസം ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് നമുക്ക് എംബറാസ്മെന്റ് ഒന്നും ഫീൽ ചെയ്യേണ്ടി വരില്ല. ഐ മീൻ എ സേഫർ സോൺ. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മളോട് ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞിരിക്കാം. ഇനി എനിക്ക് മെയിനായിട്ട് തോന്നിയ കാര്യം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ആളുകളാണ് ഐ ഡോണ്ട് നോ എന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ റീസൺ ആയിട്ട് ഞാൻ വായിച്ചത്. സം പീപ്പിൾ യൂസ് ഇറ്റ് ടു അവോയ്ഡ് മേക്കിംഗ് ഡിസിഷൻസ് ഓർ ബീങ് ഹെൽഡ് അക്കൗണ്ടബിൾ. ചില കാര്യങ്ങൾക്കൊന്നും അക്കൗണ്ടബിൾ ആകാൻ അവർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് അവർ ഐ ഡോണ്ട് നോ എന്ന് പറയുന്നു. ഇറ്റ് ബിക്കംസ് വേ ടു സ്റ്റേ ഔട്ട് ഓഫ് കോൺഫ്ലിക്റ്റ് ഓർ എക്സ്ട്രാ വർക്ക്. നമ്മൾ ഐ ഡോണ്ട് നോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വർക്കൊന്നും കിട്ടില്ല, അല്ലെങ്കിൽ നമ്മളൊരു സേഫർ സൈഡാണ്, നമ്മൾ ഒന്നിനും അക്കൗണ്ടബിൾ ആവണ്ട, അങ്ങനത്തേത്. അതായത് നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ പോയി, അല്ലെങ്കിൽ എൻ്റെ ഫീൽഡ് തന്നെ പറയാം, ഞാൻ ടീച്ചറാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഒരു വേർഡ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ അറിയോ, പണ്ടത്തെ കാലത്ത് ചോദിച്ചാൽ ഞാൻ പറയണം ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് ആ ജോലി, ആ വേർഡ് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ജോലിയിൽ നിന്ന് എനിക്ക് എസ്കേപ്പ് ആവാൻ പറ്റും എന്നുള്ളത് തോന്നൽ കൊണ്ട് ഐ ഡോണ്ട് നോ പറയാം, അല്ലേ? ഇനി ചിലപ്പോൾ എനിക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞാലോ, എല്ലാം എൻ്റെ തലയിൽ വരില്ലേ? അതുകൊണ്ട് അവോയ്ഡിങ് റെസ്പോൺസിബിലിറ്റി, അതൊരു റീസണാണ് ഈ ഐ ഡോണ്ട് നോ പറയുന്നത്. പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാ കാര്യം അറിയുമെന്ന് പറയരുത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങളുടെ തലയിലാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തമാശയാണോന്ന് അറിയില്ല. സോ പീപ്പിൾ സേ ഐ ഡോണ്ട് നോ ഫോർ ദാറ്റ് ഓൾസോ, അവോയ്ഡിങ് റെസ്പോൺസിബിലിറ്റി. ഇനി മൂന്നാമത്തെ കാര്യം, ആങ്സൈറ്റി. പീപ്പിൾ വിത്ത് ആങ്സൈറ്റി മേ സെക്കൻഡ് ഗസ്, ലൈക്ക് ദേ വിൽ സേ ഐ ഡോണ്ട് നോ ബിക്കോസ് അതൊരു ഒരു സെക്കൻഡ് ഗസ് പോലെയോ, അല്ലെങ്കിൽ അത് നമുക്കത് അവോയ്ഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ ആങ്ഷ്യസ് ആവുമ്പോഴും ഐ ഡോണ്ട് നോ ഉപയോഗിക്കും. ഈവൻ വെൻ ദേ നോ സംതിങ് ദേ ഡൗട്ട് ദെയർ ഓൺ ജഡ്ജ്മെൻറ്റ്. ഇപ്പം മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്, ദേ നോ ദാറ്റ് മഴ പെയ്യും എന്നുള്ളത് നമ്മൾക്കൊരു എക്സ്പീരിയൻസ് കൊണ്ട് അറിയാം. പക്ഷേ 101% എന്ന് പറഞ്ഞ പോലെ ഉറപ്പുണ്ടെങ്കിൽ കൂടി മഴ പെയ്യുമോ ചോദിച്ചാൽ ഐ ഡോണ്ട് നോ എന്നുള്ള ആൻസർ ആയിരിക്കും ചിലപ്പോൾ വരിക. ബിക്കോസ് ദേ ഫിയർ ദാറ്റ്, like they doubt that if they something, they are judging themselves, അത് റോങ് ആയി പോവോ എന്നുള്ളൊരു തോട്ട്. അതുകൊണ്ടാണ് ഐ ഡോണ്ട് നോ പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം, മെൻ്റൽ ഫെറ്റീഗ് ഓർ ബേൺ ഔട്ട്. ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്ത് മടുത്തു, പണിയൊക്കെ ചെയ്ത് ഇമോഷണലി എക്സോസ്റ്റഡ് ആയിരിക്കുകയാണ്, മതിയായി എന്നുള്ള തോന്നലുണ്ടാവുമ്പോഴും നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്ത് വരാം. അത് പിന്നെ നമുക്കൊരു തെറ്റായി പറയാൻ പറ്റില്ല. ഐ ഡോണ്ട് നോ ക്യാൻ ബി എ സൈൻ ദാറ്റ് ദെയർ ബ്രെയിൻ ഈസ് ഓവർലോഡഡ്.
ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്ത് ഇത് ഓവർലോഡ് ആകുമ്പോഴും ചിലവർ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. ഇത് കേട്ട് കേട്ട് മടുത്തിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പറയുന്നതെന്ന്. ഇനി ലേൺഡ് ഹെൽപ്ലെസ്നെസ്. ഇഫ് someone has repeatedly been told they are wrong or ignored, they may stop trusting themselves. അതായത് ഇതൊരു സീരിയസ് കാര്യമാണ്. നമ്മൾ പറയുന്നത് എന്ത് പറഞ്ഞാലും തെറ്റായി പോവുക, അല്ലെങ്കിൽ നമ്മൾ പറയണത് ഒന്നും ശരിയല്ല എന്ന് ചുറ്റുമുള്ള ആളുകൾ പറയാം. അതൊരു സിറ്റുവേഷണൽ ബേസിസ് ആയിട്ടും പറയാം. ആ സിറ്റുവേഷൻ, ആ ഒരു സമയത്തെ ഒരു പ്രോബ്ലം, അങ്ങനെ എപ്പോഴും നമ്മൾ പറഞ്ഞത് റോങ് ആയി പോവുക, അങ്ങനത്തെ വരുമ്പോൾ അവർ തന്നെ ഹെൽപ്ലെസ് ആണ്. അതുകൊണ്ട് അവർ ഐ ഡോണ്ട് നോ പറയാം. അതുകൊണ്ട് അത് നമ്മൾക്കൊന്ന് ക്ഷമിച്ച് കളയാം ഐ ഡോണ്ട് നോ പറയുന്നതുകൊണ്ട്. ഇവൻച്വലി ഐ ഡോണ്ട് നോ ബിക്കംസ് ദെയർ ഹാബിറ്റ്. അവർ പറഞ്ഞ തെറ്റാന്നുള്ളൊരു തോന്നല്, അല്ലെങ്കിൽ എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അപ്പം ഈ ഐ ഡോണ്ട് നോ അവരുടെ ഒരു ഹാബിറ്റായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഏഴാമത്തെ അവോയ്ഡിങ് കോൺഫ്ലിക്റ്റ്. സം പീപ്പിൾ ഡോണ്ട് വോണ്ട് ആർഗ്യുമെൻറ്റ്സ്. ചിലവർക്ക് ആർഗ്യൂ ചെയ്യാനൊന്നും ഇഷ്ടമില്ല. പിന്നെ ചില ആളുകളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും അവർ അംഗീകരിക്കില്ല. അപ്പോൾ ബെറ്റർ പറയാം ഐ ഡോണ്ട് നോ എന്നുള്ളതാണ് ചിലർ ചൂസ് ചെയ്യും. കാരണം ഇവരുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇവർ നമ്മളൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കറിയില്ല, അതിനെ പറ്റിയിട്ട് അറിയില്ല. സിമ്പിളായിട്ട് ഐ ഡോണ്ട് നോ പറഞ്ഞെങ്കിൽ ആർഗ്യുമെൻറ്റും കോൺഫ്ലിക്റ്റിൽ നിന്നൊക്കെ ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പലരും ഐ ഡോണ്ട് നോ ചൂസ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പ്രസിങ് ഒപ്പീനിയൻ ദേ സേ ഐ ഡോണ്ട് നോ. അതായത് അവരുടെ ഒപ്പീനിയൻ ഒന്നും അവർ പറയില്ല, പകരം അവർ പറയും ഐ ഡോണ്ട് നോ. ഇനി എട്ടാമത്തെ പെർഫെക്ഷനിലിസം. ദേ ബിലീവ് ദേ ഷുഡ് ആൻസർ ഓൺലി ഇഫ് ദേ 100% സർട്ടൻ. 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു ഒപ്പീനിയൻ പറയുള്ളൂ എന്ന് ചിലർ പറയും. അതായത് പെർഫെക്ഷനിസം, ഞാൻ പെർഫെക്റ്റാണ്, എനിക്ക് ഇതിലും കുറഞ്ഞ് ഒന്നും പറയാൻ പറ്റില്ല, പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഞാൻ അതിനൊരു ഒപ്പീനിയൻ പറയുള്ളൂ എന്നുള്ള ആൾക്കാരും ഐ ഡോണ്ട് നോ എന്ന് പറയും. എനിത്തിങ് ലെസ് ഫീൽസ് ലൈക്ക് 100% ഉറപ്പില്ലാത്ത കാര്യങ്ങളൊന്നും ശരിയല്ല, ഐ ഡോണ്ട് നോ എന്നുള്ള രീതിയിൽ പറയാൻ അവർ ഉദ്ദേശിക്കുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ കേട്ടോ. ഈ ഒരു ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടോ? കാരണം എനിക്ക് ഒരെണ്ണം ബൈ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവണത്, എനിക്കിഷ്ടമുള്ള ഐസ്ക്രീം അദ്ദേഹത്തിന് ഇഷ്ടമാവണമെന്നില്ല. എനിക്കിപ്പോൾ ഇഷ്ടം ക്യാരമലാണെന്ന് വിചാരിച്ചു, മറ്റാൾക്ക് ഇഷ്ടം പിസ്താഷ്യോ ആണെന്ന് വിചാരിച്ചു. അപ്പം ചിലപ്പോൾ ഞാൻ പറയണം ഈ ഐസ്ക്രീം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല അതിനെ. കാരണം എൻ്റെ ഇഷ്ടം മാത്രമാണല്ലോ. അപ്പോൾ ആൾ ചിലപ്പോൾ പറയാം ഐ ഡോണ്ട് നോ എന്ന് പറയാം. പക്ഷെ അതൊരു സിറ്റുവേഷൻ ഐ ഡോണ്ട് നോ ആണ്. നമുക്കതിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പറയാം അതിന് പകരം ഈ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് എനിക്ക് ഫ്ലേവർ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേറെ ആയിരിക്കാം, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റില്ല, അങ്ങനെയും പറയുമല്ലോ. ചിലൊരു സിറ്റുവേഷൻ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കും ഈ ഐ ഡോണ്ട് നോ പറഞ്ഞിട്ട്. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. സംടൈംസ് ഇറ്റ്സ് സിംപ്ലി പൊളൈറ്റ് വേ ഓഫ് സേയിങ് ഐ ഡോണ്ട് നോ, വാണ്ട് ടു ഡിസ്കസ് ദിസ്. ചിലതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ പറയും ഐ ഡോണ്ട് നോ. ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ പോലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ദേ മൈറ്റ് സേ ഐ ഡോണ്ട് നോ, എനിക്കതിനെപ്പറ്റി അറിയില്ല എന്ന് പറയും. കാരണം ദർ ഇസ് നോ ഇൻട്രസ്റ്റ് അറ്റ് ഓൾ. ഇനി ചിലവരുടെ ഒരു ഹാബിറ്റാണ് കമ്മ്യൂണിക്കേഷൻ ഹാബിറ്റ്. ഫോർ സം പീപ്പിൾസ് ജസ്റ്റ് വേർബൽ ഹാബിറ്റ് ഓർ ഫില്ലർ ഫ്രേസ്. നമ്മൾ ചിലത് പറയില്ലേ, ആ, ലൈക്ക് ലൈക്ക്, ആസ് ഇഫ്, അല്ലെങ്കിൽ അതുപോലെ, ഇതിങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഉപയോഗിക്കില്ലേ. അതുപോലെ ഒരു ഫില്ലർ ഫ്രേസ് ആണ് ലൈക്ക് ഐ ഡോണ്ട് നോ അങ്ങനെ പറയണത്. ഇറ്റ്സ് റാദർ ദൻ ട്രൂ റിഫ്ലക്ഷൻ, ജസ്റ്റ് വാട്ട് ഡിഡ് നോ എന്നുള്ളതിന് പകരം ഇറ്റ്സ് ജസ്റ്റ് എ ഫില്ലർ ഫ്രേസ്. അപ്പോൾ ഇത് എപ്പോഴാണ് നമ്മൾ കൺസേൺ ആവേണ്ടത്? ഇഫ് someone saying suddenly I don't know much more than before, especially along with memory problems, difficulty in concentrating, withdrawal of activities, അങ്ങനെ മെമ്മറി പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് പറയില്ലേ, അപ്പം നമുക്കൊന്ന് കൺസേൺ ആവണം ഇത് സീരിയസ് ആണ് എന്നുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഐ ഡോണ്ട് നോ പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്ത് സാഡ്നെസ്സിലേക്ക് പോവാം, ആങ്സൈറ്റി ഉണ്ടായിരിക്കും, അപ്പം നമ്മൾ അവെയർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഹെൽത്ത് കെയർ പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് അണ്ടർലൈൻ പ്രോബ്ലം എന്നുള്ളത് അറിയണം. ഇപ്പം ആക്ച്വലി നമ്മളാണ് അങ്ങനെ പറയുന്നത് വെച്ചോ. ഇഫ് ഇറ്റ്സ് യു ക്യാൻ ട്രൈ പോസിങ് ബിഫോർ ആൻസറിങ്, ആസ്കിങ് യുവർ സെൽഫ് ഡു ഐ ആക്ച്വലി നോട്ട് നോ, എനിക്കിത് ശരിക്കും അറിയില്ല ഈ കാര്യങ്ങളൊന്നും. ഓർ ആം ഐ അഫ്രൈഡ് ഓഫ് ബീയിങ് റോങ്, അല്ലെങ്കിൽ ഞാൻ തെറ്റിപ്പോകുന്നുള്ള പേടിയാണോ എനിക്കുള്ളത്. ഡു ഐ ജസ്റ്റ് നീഡ് എ മൊമെന്റ് ടു തിങ്ക്. ഇപ്പോൾ ഫില്ലർ ഫ്രേസ് ആകുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കുന്നത്, എനിക്കൊരു മൊമെന്റ് വേണം ആലോചിക്കാനായിട്ട്.
നമ്മളിപ്പോൾ IELTS-ൻ്റെയൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ ഫില്ലർ ഫ്രേസ് ഉപയോഗിച്ചിട്ട് ഒരു മൊമെൻ്റ് എടുക്കുമല്ല, ആലോചിക്കാനായിട്ടൊരു മൊമെൻ്റ് എടുക്കും. ആ ഒരു മൊമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്നുള്ളത് പറയണ ഏറ്റവും കൂടുതൽ ബിക്കോസ് അങ്ങനെ പറയാം, സോ അല്ലെങ്കിൽ യെസ്, അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ കേട്ടില്ലെങ്കിൽ പാടൻ, അല്ലെങ്കിൽ സോറി. അപ്പോൾ ഇങ്ങനത്തെ ഫില്ലർ ഫ്രേസ് ഉപയോഗിക്കില്ലേ? ഒരുപക്ഷെ ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഫില്ലർ ഫ്രേസ് ഉപയോഗിക്കും. അപ്പോൾ ആക്ച്വലി നമ്മൾ ഫില്ലർ ഫ്രേസ് ആണോ ഉപയോഗിക്കുന്നത്, ഫില്ലിംഗ് ഉള്ള ഒരു ഫ്രേസ് ആണോ ഉപയോഗിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം, നമ്മളാണത് പറയുന്നതെങ്കിൽ. Sometimes replacing I don't know with I'm not sure, let me think, I need more information. ഇതൊക്കെ ഇപ്പോൾ പറയില്ല നമ്മൾ ലെറ്റ് മീ തിങ്ക് എന്ന് പറയില്ലേ, അങ്ങനെ പറയുന്നത് ഐ ഡോണ്ട് നോനേക്കാളും കൂടുതൽ ഒരു ബെറ്റർ ഫ്രേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് മേക്ക് കോൺവെർസേഷൻസ് മോർ പ്രൊഡക്റ്റീവ്. പെട്ടെന്ന് നമ്മൾ ഐ ഡോണ്ട് നോ പറയില്ലേ, ഇപ്പോൾ ഐ ഡോണ്ട് നോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന ആൾക്ക് വിചാരിക്കും നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലേ നമ്മൾ പറയുന്ന കാര്യത്തിലെന്നും. പ്രത്യേകിച്ച് നമ്മളൊരു വഴി ചോദിച്ച് ചെല്ലാന്ന് വെച്ചു, നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം, അതിൻ്റെ വഴി അറിയില്ല. സോ നമ്മൾ ആ വഴി ചോദിച്ച് ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിനടുത്ത് നമ്മൾ വഴി ഒരാളുടെ കണ്ട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അയാൾ ഐ ഡോണ്ട് നോ പറയണേറ്റും ചിലപ്പോൾ അയാൾ പറയും ഈ ഡയറക്ഷനിൽ പോയി ആ ഡയറക്ഷനിൽ പോയി അങ്ങനെ എത്തും. പക്ഷെ ചിലപ്പോൾ അറിയില്ലെങ്കിൽ അപ്പുറത്തെ കടയിൽ ചോദിച്ചോളൂ എന്ന് പറയും. ചിലർ എടുത്ത വഴിക്ക് പറയും ഐ ഡോണ്ട് നോ എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ഐ ഡോണ്ട് നോ എന്ന് പറയുന്നത് ചില സ്ഥലത്ത് ഓക്കെ, ചില സ്ഥലത്ത് നോട്ട് ഓക്കെ ആയിട്ട് ഉണ്ടല്ലേ. അല്ലെങ്കിൽ ഐ ഹാവ് ഡിസൈഡഡ് യെറ്റ് എന്ന് പറയാം, ഐ നീഡ് മോർ ഇൻഫർമേഷൻ. നമ്മൾക്കിപ്പോൾ ചില കാര്യത്തിൽ ഷുവർട്ടി ഇല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാൻ പറയാം എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയാം. ഓക്കെ, ഇനി നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ലൈക്ക് ആർ യു ആസ്കിങ് അബൌട്ട് യുവർ സെൽഫ്, ഓർ നമ്മളിപ്പോൾ നമ്മളോട് തന്നെയാണോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഞാൻ അങ്ങനെ പറയാറുണ്ടോ എന്നുള്ളത്? ഐ ഡോണ്ട് നോ എന്ന് പറയാറുണ്ടോ? അങ്ങനെ തോന്നിയോ ഞാനിങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് വന്നപ്പോൾ? എപ്പോഴും ഇങ്ങനെ പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഐ ഡോണ്ട് നോ പറയുന്നത്? ആൻഡ് നമ്മൾ ഇങ്ങനെ ഒരു റീസൺ കണ്ടുപിടിക്കുന്നത് രസകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലേ. അവരുടെ ഒരു വർത്തമാനത്തിൻ്റെ ഇടയിലുള്ള ഒരു ലിങ്ക് ആയിട്ടുള്ള ഫ്രേസ് ആണോ, അഥവാ അവർക്ക് റിയലി കൺസേണിങ് പ്രോബ്ലംസ് ഉണ്ടോ, അവരെന്താണ് റിഫ്ലക്റ്റ് ചെയ്യണത്, അതൊരു കൗതുകരമായിട്ടുള്ള കാര്യമല്ലേ. എനിക്ക് ഈ ഒരു സബ്ജക്റ്റ് വളരെയധികം കൗതുകം തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സബ്ജക്റ്റിനെ പറ്റി തോന്നിയത്? എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഐ ഡോണ്ട് നോ എന്ന് പറയുന്നത്? സിമ്പിൾ കാര്യമല്ലേ നമ്മുടെ സംസാരത്തിൽ, പക്ഷെ എത്ര എത്ര മീനിങ്സ് അല്ലേ അതിന് ഓരോന്നിൻ്റെയും പുറകിൽ പോകുമ്പോൾ. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഇത് പറയുന്നത് ഐ തിങ്ക് ജസ്റ്റ് അവോയ്ഡിങ് ദ റെസ്പോൺസിബിലിറ്റി എന്നാണ് എനിക്ക് വായിച്ചപ്പോൾ, ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. കൂടുതലായിട്ട് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. പെട്ടെന്ന് ഈ ഐ ഡോണ്ട് നോ പറയുമ്പോൾ നമുക്കും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഞാൻ ചോദിച്ചു തെറ്റായിപ്പോയോ, അല്ലെങ്കിൽ റോങ് പ്ലേസിലാണോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഇങ്ങനെയൊക്കെ തോന്നാല്ലേ. സോ ഇഫ് വി ആർ ദ പേഴ്സൺ സെയിങ് ഐ ഡോണ്ട് നോ, അതിന് പകരം എന്തെങ്കിലും വേറെ ഫ്രേസ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ റിയലി നമുക്കത് പറയേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ പറയാം, ഇറ്റ്സ് ഓക്കെ. പക്ഷേ റെഗുലറായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ. സിമ്പിൾ ടോപ്പിക്കല്ലേ ഈ ഐ ഡോണ്ട് നോ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ അവെയർ ആവുക എന്നുള്ളത്. ഈ ടോപ്പിക് ഇൻട്രസ്റ്റിംഗ് ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ ജിത.